ഒളിമ്പ്യൻ വിനേഷ് ഫോഗോട്ടിനെ ഏഷ്യൻ ഗെയിംസ് സെലക്ഷൻ ട്രയൽസിൽ പങ്കെടുക്കാൻ അനുവദിച്ചുകൊണ്ടുള്ള ഡൽഹി ഹൈക്കോടതി വിധിയിൽ ഇടപെടാൻ രാജ്യത്തിന്റെ പരമോന്നത കോടതി വിസമ്മതിച്ചിരിക്കുകയാണ്. വിനേഷ് ഫോഗോട്ട് പൊരുതി നേടിയ ഉജ്ജ്വല വിജയമാണിത്. റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ നൽകിയ അപ്പീൽ തള്ളിക്കൊണ്ട് സുപ്രീം കോടതി പറഞ്ഞത് വിനേഷ് ഫോഗോട്ട് ഈ രാജ്യത്തിന്റെ അഭിമാനമാണെന്നാണ്. ഇന്ത്യൻ ഗുസ്തി ഫെഡറേഷനേറ്റ കനത്ത തിരിച്ചടിയാണിത്. ഗുസ്തി ഗോദയിലേക്ക് വിനേഷ് തിരിച്ചു വരുന്നത് തടയാൻ ഏതൊക്കെ വഴികളുണ്ടോ അതൊക്കെ ഫെഡറേഷൻ പയറ്റി നോക്കിയിരുന്നു. 2025-ലും 2026-ലും തിരഞ്ഞെടുത്ത ടൂർണമെന്റുകളിൽ മെഡൽ നേടിയവർക്ക് മാത്രമേ ട്രയൽസിൽ പങ്കെടുക്കാനാകൂ എന്ന പുതിയ യോഗ്യതാ മാനദണ്ഡം ഫെഡറേഷൻ കൊണ്ടുവന്നത് തന്നെ വിനേഷിനെ പുറത്തു നിർത്താനായിരുന്നു. കാരണം പാരീസ് ഒളിമ്പിക്സിന് ശേഷം വിനേഷ് പ്രൊഫഷണൽ ടൂർണമെന്റുകളിൽ പങ്കെടുത്തിരുന്നില്ല. ഫെഡറേഷന്റെ ഈ പ്രതികാര ബുദ്ധിയോടെയുള്ള നീക്കത്തെ ഡൽഹി ഹൈക്കോടതി നേരത്തെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. അമ്മയായി എന്നത് ഒഴിവാക്കാനുള്ള കാരണമാകരുതെന്നാണ് കോടതി പറഞ്ഞത്. പാരീസ് ഒളിമ്പിക്സിൽ ശരീരഭാരം നേരിയ തോതിൽ കൂടിയതിന്റെ പേരിൽ അയോഗ്യയാക്കപ്പെട്ടത് രാജ്യത്തിന് നാണക്കേടുണ്ടാക്കിയെന്ന് ആരോപിച്ചാണ് ഫെഡറേഷൻ വിനേഷിന് നോട്ടീസ് അയച്ചത്. വിനേഷ് ഫോഗോട്ട് എന്ന രാജ്യത്തെ കരുത്തുറ്റ ഒളിമ്പ്യനെ കായിക ലോകത്ത് നിന്നും തുടച്ചു നീക്കാൻ ശ്രമിക്കുന്നതിന് പിന്നിൽ വ്യക്തമായ കാരണങ്ങളുണ്ട്. ദേശീയ ഗുസ്തി ഫെഡറേഷന്റെ മുൻ അധ്യക്ഷനും BJP നേതാവുമായ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിന്റെ ലൈംഗികാതിക്രമത്തിന് ഇരയായ 6 വനിതാ ഗുസ്തി താരങ്ങളിൽ ഒരാൾ താനാണെന്ന് വിനേഷ് ഫോഗോട്ട് ഈയിടെ വെളിപ്പെടുത്തിയിരുന്നു. 2023-ൽ ബ്രിജ്ഭൂഷണെതിരെ ന്യൂഡൽഹിയിൽ ജന്തർ മന്ദറിൽ നടന്ന പ്രതിഷേധങ്ങളിലെ പ്രധാന മുഖങ്ങളിൽ ഒരാളായിരുന്നു വിനേഷ്. പാരീസ് ഒളിമ്പിക്സിൽ ആഗോളതലത്തിൽ വാർത്തകളിൽ ഇടം നേടിയ ഇന്ത്യൻ ഫ്രീ സ്റ്റൈൽ ഗുസ്തി താരമാണ് വിനേഷ് ഫോഗോട്ട്. ഒളിമ്പിക് ഗുസ്തിയിൽ സ്വർണ്ണ പോരാട്ടത്തിന് യോഗ്യത നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത എന്ന ചരിത്ര നേട്ടവും അവർ സ്വന്തമാക്കി. എന്നാൽ തനിക്കെതിരെ ഉണ്ടായ ലൈംഗികാതിക്രമത്തിന്റെ പേരിൽ അതിനെതിരെ പ്രതികരിച്ചതിന്റെ പേരിൽ BJP സർക്കാരും റെസ്ലിംഗ് ഫെഡറേഷനും അകറ്റി നിർത്താൻ നോക്കുന്നത് രാജ്യത്തിന് അഭിമാനമാകേണ്ട ഒരു താരത്തെയാണ്. ബ്രിജ്ഭൂഷന്റെ ശക്തി കേന്ദ്രമായ ഉത്തർപ്രദേശിലെ ഗോണ്ടയിൽ ഗുസ്തി റാങ്കിംഗ് ടൂർണമെന്റുകളും ട്രയൽസും നടത്താനുള്ള ദേശീയ ഗുസ്തി ഫെഡറേഷന്റെ തീരുമാനമാണ് വിനേഷിന്റെ വെളിപ്പെടുത്തലിന് പിന്നിലെ കാരണം. ഔദ്യോഗികമായി പുറത്താക്കിയെങ്കിലും നിലവിലെ മേധാവി സഞ്ജയ് സിംഗ് മുഖേന ഫെഡറേഷനെ നിയന്ത്രിക്കുന്നത് ബ്രിജ്ഭൂഷനാണ്. അധികാരത്തിന്റെ അഹന്തയാണ് ഈ നീതി നിഷേധത്തിന് പിന്നിൽ. കായിക താരങ്ങളുടെ ശബ്ദം അടിച്ചമർത്താൻ നോക്കിയ ഭരണകൂടത്തിനും ഫെഡറേഷനുമെതിരെ വിനേഷ് ഉയർത്തിയ ശബ്ദമാണ് ഇപ്പോഴത്തെ ഈ വേട്ടയാടലിന് പിന്നിൽ. എന്നാൽ നീതിപീഠം ന്യായവിധിയുമായി എത്തിയതോടെ കളിക്കളത്തിൽ വിനേഷ് ഫോഗോട്ടിന് വീണ്ടും അവസരം തെളിഞ്ഞിരിക്കുകയാണ്. രാജ്യം അഭിമാനത്തോടെ കാത്തു സൂക്ഷിക്കേണ്ട കായിക താരങ്ങളെ ഇങ്ങനെ ചൂഷണം ചെയ്യുന്നത് തീർത്തും ലജ്ജാവഹമാണ്.